ഹലോ, അസ്സലാമു അലൈക്കും. ഇനി 7ാമത്തെ പാരഗ്രാഫാണ് എടുക്കാനുള്ളത്. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന പാഠത്തിലെ നോക്കുക കേട്ടോ. അതുവരെയൊക്കെ മനസ്സിലായിട്ടില്ലേ? ആ പെൺകുട്ടി മരിച്ചു. അപ്പോൾ ആൺകുട്ടി എന്ത് ചെയ്യാണ്? സങ്കടം സഹിക്കാൻ വയ്യാതെ അവന് വീട്ടിലിരുന്ന് അങ്ങനെ കുറേ ചിത്രങ്ങൾ വരച്ചു. അങ്ങനെ അവന് എന്ത് കിട്ടുകയാണ്? ഒരു സ്ട്രേഞ്ച് പവർ, ചിത്രം വരക്കാനുള്ള ഒരു ശക്തി അവന് കിട്ടിയ പോലെ തോന്നില്ലേ? അങ്ങനെ അവൻ ചെയ്യാണ്. ദിസ് സ്ട്രോങ് ഫീലിംഗ് വാസ് ലൈക്ക് ആൻ ആൻസർ ടു ദ ലോങ്ങിങ് ഇൻ ഹിസ് ഹേർട്ട് സിൻസ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഡൈഡ്. ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ ആശ, ആഗ്രഹം എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. അപ്പോൾ ഈ അതിയായിട്ടുള്ളൊരു സ്ട്രോങ് ഫീലിങ് അവനെന്താണ്? ഒരു ആൻസറായിട്ട് തോന്നാൻ, ഒരു ഉത്തരമായിട്ട് തോന്നി. എന്തിനുള്ള ഉത്തരമാണ്? അവൻ്റെ ഹൃദയത്തിൽ അവന് അവൻ്റെ പെങ്ങൾക്ക് വേണ്ടി വരക്കാമെന്നേറ്റ ആ ചിത്രം വരക്കാനുള്ളൊരു അതിയായ ആഗ്രഹമായിട്ടാണ് അവനത് തോന്നിയത്. അങ്ങനെ ഒരു സ്ട്രേഞ്ച് പവർ അവന് കിട്ടി. ദിസ് ഇമോഷൻ seemed to answer a desire in his heart to put into the world something which should make the meanest, humblest citizen a little happier or better. എന്നിട്ട് പറയാണ്, ദിസ് ഇമോഷൻ, ഈ വികാരം, സീമിഡ് അവന് തോന്നുകയാണ്, ടു ആൻസർ എ ഡിസയർ, ഒരാഗ്രഹമായിട്ട് അവന് തോന്നുകയാണ്, അതിനുള്ള മറുപടിയായിട്ട് അവന് തോന്നി. ടു പുട്ട് ഇൻ ടു ദ വേൾഡ് സംതിങ് വിച്ച് ഷുഡ് മേക്ക് ദ മീനസ്റ്റ്, വളരെ പാവപ്പെട്ട, ഹംബ്ലസ്റ്റ് എന്ന് പറഞ്ഞാലും പാവപ്പെട്ട തന്നെയാണ് സിറ്റിസൺ, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അവരുടെ ലിറ്റിൽ ഹാപ്പിയർ ഓർ ബെറ്റർ, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ ഈ ചിത്രം എനിക്ക് വരച്ച് മുഴുവനാക്കാൻ കഴിയും എന്നവനിക്ക് തോന്നുകയാണ്. അപ്പോൾ പറയുന്നത് എന്താണ്? തൻ്റെ ഇളയ സഹോദരി മരിച്ചു. അതുമുതൽ എന്താണ്? അവൾക്ക് വേണ്ടി ഒരു ചിത്രം വരക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം അവൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ ആ ചിത്രം വരക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവൻ എന്ത് ചെയ്യാണ്? വെൻ ഹി ന്യൂ ദാറ്റ് ഹിസ് ഐസ് വാസ് ട്രൂ ആൻഡ് ഹിസ് ടച്ച് ഷുവർ, അങ്ങനെ അവസാനം അവന് ഉറപ്പിക്കുകയാണ്, തൻ്റെ കാഴ്ച ഉറപ്പാണ്, സ്പർശനം കൃത്യമാണ് എന്നൊക്കെ അവന് ഉറപ്പിക്കുക. അതായത് അവന് നന്നായി വരക്കാമെന്നൊരു ആത്മവിശ്വാസം അവന് നേടിയെടുത്തു. എന്നിട്ടോ ഹി ടുക്ക് അപ്പ് ദ പിക്ചർ ഹി ഹാഡ് പ്രോമിസ്ഡ് പെയിൻ ഫോർ ദ ഡിയർ സിസ്റ്റർ, അവൻ്റെ പെങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത പോലെ തന്നെ അവൻ എന്ത് ചെയ്യാൻ പോവാണ്? ആ ചിത്രം വരക്കാൻ പോവാണ്. ആൻഡ് വർക്ക്ഡ് അറ്റ് ഇറ്റ് അണ്ടിൽ ഹി വാസ് ഫിനിഷ്ഡ്, അവനെന്താണ്? അങ്ങനെ മനസ്സിലുറപ്പിച്ച് സഹോദരിക്ക് വേണ്ടി ഫിനിഷ് ചെയ്തു ആ ചിത്രം. അങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യാണ്? കാണാൻ വേണ്ടിയിട്ട് ഒരുക്കി. അവിടെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ? അവൻ വരച്ച ചിത്രമാണത്. ആളുകൾ ആ ചിത്രം നോക്കി കാണുകയാണ്. അപ്പോൾ ആളുകൾ നോക്കിയിട്ട് പറയാണ്, ദിസ് ഈസ് ബെറ്റർ ദാൻ ഓൾ ഹി ഹാസ് ഡൺ ബിഫോർ. ദ ഓഡിയൻസ് സെഡ്, ഓഡിയൻസ്, ശ്രോതാക്കൾ ചിത്രമൊക്കെ കണ്ടു. അവർ പറയാണ്, ദിസ് ഈസ് ബെറ്റർ ദാൻ ഓൾ ഹി ഹാസ് ഡൺ ബിഫോർ, ഇതിന് മുന്നേ നീ വരച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ചിത്രം ഇതാണ്. ഇറ്റ് ഈസ് ഷുവർലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്ക് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്, ഇത് തീർച്ചയായും ഇത് നല്ല മനോഹരമുള്ളതാണ്, ഏതൊരാൾക്കും ഇതിൽക്ക് നോക്കിയാൽ എന്താവും? നല്ല സന്തോഷമായിരിക്കും എന്ന് അവനോട് ഓഡിയൻസ് പറയാണ്. ആൻഡ് യെറ്റ് മൈ ഹേർട്ട് ഏക്ക്ഡ് ആസ് ഐ ഡിഡ് ഇറ്റ്, ദാറ്റ് ആർട്ടിസ്റ്റ് സെഡ്, ആ കുട്ടി പറയാണ്, ഈ ചിത്രം വരച്ചപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ?
എൻ്റെ മനസ്സിലാകെ വിഷമായിരുന്നു. ആസ് ഹി വെൻറ്റ് ബാക്ക് ടു ദ ഫീൽഡ്, ഞാൻ ഈ പാടത്ത് വന്ന് ഈ ചിത്രം വരച്ചപ്പോൾ എൻ്റെ ഹൃദയം എന്തായിരുന്നു, വേദനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ തോട്ട് ഓഫ് ഹർ ഓൾ ദ ടൈം ഐ വർക്ക്ഡ്, ഞാൻ വരക്കുന്ന സമയം മുഴുവൻ എന്തായിരുന്നു, എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ദ സോറോ ദാറ്റ് ഗേവ് മീ പവർ, അവളെക്കുറിച്ച് ഓർത്തുള്ള ആ സങ്കടം, ആ ദുഃഖം കാരണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ചിത്രം നന്നായിട്ട് വരക്കാൻ സാധിച്ചു എന്ന് അവന് ഓഡിയൻസിനോട് പറഞ്ഞു. It seemed as if a soft voice of his long dead sister that spoke only to his hurt answered back, not sorrow but love, and perfect love has all the good qualities in its gifts, and from it comes all other things except for happiness. എന്നിട്ട് പറയാണ്, ഇറ്റ് സീംഡ്, അവനിക്ക് തോന്നുകയാണ് എന്ത്, അസീഫ് എ സോഫ്റ്റ് വോയിസ്, ഒരു മൃദുലമായ സൗണ്ടോട് കൂടിയിട്ട് അവന് തോന്നുകയാണ്, ഓഫ് ഹിസ് ലോങ് ഡെഡ് സിസ്റ്റർ, മരിച്ചുപോയ അവൻ്റെ പെങ്ങൾ അവനോട് സംസാരിക്കുന്നത് പോലെ അവന് തോന്നുകയാണ്. ദാറ്റ് സ്പോക്ക് ഓൺലി ടു ഹിസ് ഹേർട്ട് ആൻസേർഡ് ബാക്ക്, അപ്പോൾ മരിച്ചുപോയ ആ സിസ്റ്റർ അവനോട് സംസാരിക്കുന്ന പോലെയാണ് അവന് തോന്നിയിരുന്നത്. നോട്ട് സോറോ ബട്ട് ലവ്, ദുഃഖമല്ല സ്നേഹമാണ് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് പെർഫെക്റ്റ് ലവ്, യഥാർത്ഥ സ്നേഹമാണ്. എന്ത്, ഓൾ ഗുഡ് ക്വാളിറ്റീസ് ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ്, ദുഃഖമല്ല വേണ്ടത്, സ്നേഹമാണ്, യഥാർത്ഥ സ്നേഹമാണ് വേണ്ടത്, എല്ലാ നല്ല ഗുണങ്ങളും അതിലാണ് ഉള്ളത് എന്ന് പെങ്ങൾ പറയുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്, അതിൽ നിന്നാണ് മറ്റെല്ലാ കാര്യങ്ങളും ഉടലെടുക്കുന്നത്. ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്, എന്നിട്ട് പറയാണ് മറ്റെല്ലാ കാര്യങ്ങളും ഉടലെടുക്കുന്നത് അതിൽ നിന്നാണ്, സന്തോഷത്തിന് വേണ്ടിയല്ലാത്തതൊഴികെ എല്ലാം ഉടലെടുക്കുന്നത് ഇതിൽ നിന്നാണ് എന്ന് അവനിങ്ങനെ പറയാണ്. How does one find happiness, interrupted the boy. അപ്പോൾ അവൻ പറഞ്ഞു സന്തോഷത്തിന് വേണ്ടിയല്ലാത്തതൊഴികെ എല്ലാം ഉടലെടുക്കുന്നത് ഇതിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കാണാൻ വന്നതിലൊരു കുട്ടി ചോദിക്കുകയാണ്, ഹൗ ഡസ് വൺ ഫൈൻഡ് ഹാപ്പിനെസ്, ഒരാൾ എങ്ങനെയാണ് അപ്പോൾ സന്തോഷം കണ്ടെത്തുന്നത്? കുട്ടി ആർട്ടിസ്റ്റ് വരക്കണ ആൾ പറഞ്ഞു സന്തോഷത്തിന് വേണ്ടിയല്ലാത്തതൊക്കെ അതിൽ നിന്നാണ് കണ്ടെത്താൻ കഴിയുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ എങ്ങനെയാണ് ഒരാൾ സന്തോഷം കണ്ടെത്തുന്നത്? ഇൻ്ററപ്റ്റഡ് ദ ബോയ്, ഇൻ്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക, മീനിങ് എഴുതുക, ഇൻ്ററപ്റ്റഡ് തടസ്സപ്പെടുത്തുക. ഒരു കുട്ടി ഇടക്ക് കയറിയിട്ട് തടസ്സപ്പെടുത്തിങ്ങാണ്ട് ചോദിച്ചു, ഫൈൻഡിങ് ഹാപ്പിനെസ് ഈസ് എ സ്ട്രേഞ്ച് കേസ്. എന്നിട്ട് അപ്പോൾ അവൻ ആൻസർ പറഞ്ഞിരിക്കുകയാണ്, ഫൈൻഡിങ് ഹാപ്പിനെസ്, സന്തോഷം കണ്ടെത്തുന്നത് എന്താണ്, വിചിത്രമായൊരു സ്ട്രേഞ്ച് കേസ്, വിചിത്രമായ ഒരു കാര്യമാണ്. അപ്പോൾ പറയാണ്, ഫൈൻഡിങ് ഹാപ്പിനെസ് ഈസ് എ സ്ട്രേഞ്ച് കേസ്, സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് എന്താണ്, ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ദ ആൻസർ സീംഡ് ടു ബി, അവന് വീണ്ടും തോന്നുകയാണ് അവൻ്റെ മരിച്ചുപോയ പെങ്ങൾ അവന് വന്ന ആത്മാവ് സംസാരിക്കും പോലെ അവന് തോന്നി. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഇറ്റ് ഫോർ വൺസ് ഓൺ സെൽഫ് ദെൻ വൺ മസ്റ്റ് സീക്ക് ഇറ്റ് ഫോർ അതേഴ്സ്. എന്നിട്ട് പറയാണ്, അപ്പോൾ പെൺകുട്ടി ഉത്തരം പറയുന്ന പോലെയാണ് അവന് തോന്നിയത്, മരിച്ചുപോയ പെൺകുട്ടി ഉത്തരം പറയുന്ന പോലെ തോന്നി. എന്നിട്ട് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു വ്യക്തിക്ക് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഇറ്റ് ഫോർ വൺസ് ഓൺ സെൽഫ്, ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ അതെന്തായിരിക്കണം, ദെൻ വൺ മസ്റ്റ് സീക്ക് ഇറ്റ് ഫോർ അതേഴ്സ്, അത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാവണം അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടി അന്വേഷിക്കുന്നതായിരിക്കണം എന്ന് അവന് ആ കുട്ടിയോട് പറഞ്ഞു. ബട്ട് ഹാപ്പിനെസ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു സീസ് ഓർ ടു ഫൈൻഡ്, പക്ഷെ എന്താണ്,
സന്തോഷം ഹാപ്പിനെസ് എന്ന് പറയുന്നത് സോ ഡിഫിക്കൽട്ട് ടു സീസ് ഓർ ടു ഫൈൻഡ്, കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സന്തോഷം കാണാനോ കൈവരാനോ എന്താണ് നല്ല ബുദ്ധിമുട്ടാണ് എന്നവന് പറഞ്ഞു. എന്നിട്ട് പറയാണ് പെർഫെക്റ്റ് ലവ് ഹെൽപ്സ് വൺ ടു ലിവ് വിത്തൗട്ട് ഹാപ്പിനെസ്. ഒരാൾക്ക് എന്താണ് പെർഫെക്റ്റ് ലവ് ഇല്ലെങ്കിലും ഹെൽപ്സ് സഹായിക്കും വൺ ഇറ്റ് ലിവ് വിത്തൗട്ട് ഹാപ്പിനെസ്, സന്തോഷമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ സഹായിക്കും. സ്നേഹം നിറഞ്ഞ മനസ്സ് എന്ത് ചെയ്യും, ഒരാളെ സന്തോഷമില്ലാതെയും ജീവിക്കാൻ സഹായിക്കും. ഹിസ് ഓൺ ഹേർട്ട് ആൻസേർഡ് ടു ഹിംസെൽഫ് ആൻഡ് എബോവ് ഓൾ തിങ്സ് ഇറ്റ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ് എന്ന് പറയുന്നത്. കുട്ടിയുടെ ഹൃദയം തന്നെ അവൻ്റെ സംശയത്തിന് ഉത്തരം നൽകുന്ന പോലെ അവന് തോന്നണം. പെൺകുട്ടിൻ്റെ ഹിസ് ഓൺ ഹേർട്ട്, അവൻ്റെ സ്വന്തം മനസ്സ് തന്നെ ആൻസേർഡ് മറുപടി പറയാണ് ടു ഹിംസെൽഫ് ആൻഡ് എബോവ് ഓൾ തിങ്സ് ഇറ്റ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്. അതിനേക്കാൾ ഉപരിയായി ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കാത്തിരിക്കാനൊക്കെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എന്താണ് അത് എന്തായിരിക്കും, ഹൃദയത്തിന് സന്തോഷം നൽകുന്നതായിരിക്കും. ബട്ട് ഇഫ് ഇറ്റ് ഗീവ്സ് വൺ ഹാപ്പിനെസ് ടു ഹി ആസ്ക്ഡ് ഈഗർലി, അവൻ ആകാംക്ഷയോടെ, ഈഗർലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ ചോദിക്കണം ആൺകുട്ടി, എന്നാൽ ഇതൊരാൾക്ക് സന്തോഷം കൂടി നൽകിയാലോ, അവൻ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. ദെൻ ഇറ്റ് ഈസ് കാൾഡ് ഹെവൻ. ഹെവൻ എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് മീനിങ് കേട്ടോ. അപ്പോൾ അതിനെ സ്വർഗം എന്ന് വിളിക്കും എന്നാണ് അവന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ചുരുക്കം നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടിട്ട് ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവേനും. എന്തായിരുന്നു സ്റ്റോറിൻ്റെ മലയാളം? ആൺകുട്ടി പെൺകുട്ടി പാടത്തേക്ക് പോയി ചിത്രം വരക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചിത്രം വരക്കാൻ അവിടെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു നമുക്ക് പോവുകയെന്ന് പറഞ്ഞു, പിന്നെ വരക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടി മരിച്ചു. പെൺകുട്ടി മരിച്ചതോടെ അവനാകെ സങ്കടമായി. അവൻ പിന്നീട് എന്ത് ചെയ്യാണ്, വീട്ടിലിരുന്ന് സങ്കടം സഹിക്ക വയ്യാതെ വീട്ടിലിരുന്ന് വെറുതെ വരച്ച് വലിയൊരു കലാകാരനായി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, അവസാനം അവനൊരു ശക്തി കിട്ടിയപ്പോൾ അവന് പാടത്ത് പോയി അവൻ്റെ പെങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചിത്രം വരച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡെഡിക്കേറ്റ് ചെയ്യുക, സമർപ്പിക്കുക, എങ്കിലേ എന്തും നന്നാവുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു മെസ്സേജായിട്ട് തരുന്നത് കേട്ടോ. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാവരുത്, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾക്ക് എന്തുണ്ടാവും, സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.